നിർത്ത് 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 നിർത്ത്. നീ ആ മഠത്തിലെ ബാലനായരുടെ മോനല്ലയോ? അതെ. എന്താ മോന്റെ പേര്? ബിബീഷ്. എന്തോന്നാ? ബിബീഷ്. ആ, നല്ല പേരാണല്ലോ. നിന്റെ ബൈക്കിലെ ആ പള്ളിയിലോട്ട് അമ്മച്ചൊന്നാക്കിയേ. ഇറങ്ങാൻ ഇച്ചിരി വൈകിപ്പോയി. ഈ ബൈബിൾ ഇവിടെ ഇരിക്കട്ടെ. ആ വിട്ടോ. നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോടാ? ഉണ്ട്. എങ്കിൽ ഇച്ചിരി സ്പീഡ് വിട്ടോ. ഒരുങ്ങി ചമഞ്ഞിറങ്ങി ഇനി അമ്മച്ചി എപ്പ പള്ളിയിൽ വരാനാ? മിന്നിച്ച് വിടു ബിബീഷേ. ആ ജീപ്പിനെ വെട്ടിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഡോസ് കൊടുത്തില്ലേ ശരിയാകല. ലോകത്തെവിടെയും സമാധാനമില്ല, സ്നേഹമില്ല. ഭവനങ്ങളിൽ നിന്നും സ്നേഹത്തിന്റെ മെഴുകുതിരികൾ അണഞ്ഞു പോകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകലുന്നു. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ അകലുന്നു. ഏത് മാർഗത്തിലൂടെയും പണം നേടണമെന്ന ചിന്ത മാത്രമാണ് മാർഗവും ലക്ഷ്യവും പവിത്രമാകുന്നു. നീ എന്താ ഞാൻ പള്ളിയിലോട്ട് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് കിഴക്കപ്പുറത്ത് പ്രാവ് കൊടുക്കുന്നു ചോദിച്ചോട്ട് ആള് വന്നത്. പിന്നെ അതിന്റെ കച്ചവടം ഉറപ്പിക്കണം വിലപേശലുമായിട്ട് നേരെ അങ്ങ് പോയി. നിനക്ക് എന്നാത്തിനാടി പ്ലാവിന്റെ കാശ്? മക്കളുടെ പേരും അമേരിക്കയിൽ കിടന്ന് സമ്പാദിക്കല്ലോ. ആ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. അവരെനിക്ക് കാശും പുത്തനൊന്നും തരണ്ട. പെറ്റതള്ള ജീവിച്ചിരിക്കുന്നോന്നറിയാൻ വല്ലപ്പോഴും ഒരു എഴുത്ത് അത് അവന്റെ പെമ്പിളയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിക്കും അമ്മച്ചിക്ക് വല്ലതും വേണോന്ന്. അത് പറഞ്ഞപ്പോഴാ എന്റെ കർത്താവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതല്ലയോ ഈ പ്രായത്തില്. 10-60 കൊല്ലമായില്ലയോ പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട്? അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകളെ ഭക്തിപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കൊച്ചു വർത്തമാനങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ? എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഇതൊരു ആരാധനാലയമാണ്, അത് മറക്കരുത്. ഞാനും അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അച്ഛന്റെ പ്രസംഗം എന്നാ പോരാന്നറിയാവോ? വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ചുരുക്കി പറയാൻ അച്ഛനൊന്ന് പഠിക്കണം. പള്ളി ആയതുകൊണ്ട് ആളുകൾ പോവാത്തെ. നീ നിന്നെ, ഞാൻ എന്റെ കെട്ടിയൊന്ന് കണ്ടേച്ചു വരാം. ബാംഗ്ലൂരിലെ ബിസിനസ് ഒക്കെ മോശമായിന്നാ ജോയ് പറയുന്നേ. എന്നാ അതങ്ങ് ഇട്ടേച്ച് പോരെന്ന് പറഞ്ഞാ അത് അവന് പറ്റില്ല. ഉള്ള റബ്ബറും കാപ്പിയും കുരുമുളകും എല്ലാരും കൂടി ചേർന്ന് നോക്കുവാന്നേ തോട്ടം ഒന്നും ഉഷാറാവും. എല്ലാരും കൂടി സന്തോഷമായിട്ട് ഒരുമിച്ച് അങ്ങ് കൂടുകയും ചെയ്യാം. ഞാനിത് പറഞ്ഞപ്പോ ടോണിക്കുട്ടി ചോദിക്കുവാ, അമ്മച്ചി ഇതെന്നാ അറിഞ്ഞോണ്ടാന്ന്. അവനൊരു വലിയ അബ്കാരി, അമ്മച്ചി വിവരമില്ലാത്തോളും. ബെന്നിയാണേ കോൺഗ്രസ് എന്ന് പറഞ്ഞ് കാലത്തെ കതറിട്ടങ്ങ് ഇറങ്ങിക്കോളും. ഏതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് പോകുന്ന മട്ടും ബാവാ. അത് തലതിരിഞ്ഞു പോയി ചായ, ഇനി നേരെ ആക്കാനൊക്കെയല്ല. എന്തുവാടി?